സ്വാഗതം സ്വാഗതം സ്വാഗതം. സായാഹ്ന ടാരക്കാട് വായനയിലേക്ക് ഹാർദമായി സ്വാഗതം. ഉറങ്ങുന്നതിന് മുമ്പ് എന്ത് സന്ദേശങ്ങളാണ് നമ്മുടെ പൂർവികരും മാലാഖമാരും അറിയിക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്ന 3 കാർഡുകൾ ഏഞ്ചൽസ് ആൻഡ് ആൻസസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഡെക്കിൽ നിന്ന് ഞാൻ എടുക്കുന്നു. ഇതിലവർ നമുക്കൊരു സന്ദേശങ്ങൾ താങ്കൾക്ക് തരും എന്നാണ് വിശ്വസിക്കുന്നത്. ലെറ്റ് മീ സീ എന്ത് സന്ദേശമാണ് അവർ ഇന്ന് തരുന്നത് എന്നുള്ളത്. ഓക്കെ, 3 കാർഡുകൾ എടുക്കാം. 3 കാർഡുകളും റിവീൽ ചെയ്തിട്ട് സന്ദേശം പറയാം. ആദ്യത്തെ കാർഡിൽ നമുക്ക് വന്നിരിക്കുന്നത് ഹാർട്ട് ഗാർഡിയൻ എന്ന് പറയുന്ന കാർഡാണ്. തീർച്ചയായിട്ടും ഇത് ലവുമായിട്ട് ബന്ധപ്പെട്ടൊരു കാർഡാണ്. ലവ് ആൻഡ് ലെറ്റ് യുവർ സെൽഫ് ബി ലവ്ഡ് എന്നുള്ളതാണ്. നമുക്ക് അതിലെ മെസ്സേജ് സ്നേഹിക്കൂ, നിങ്ങളെ സ്നേഹിക്കാൻ അനുവദിക്കൂ എന്ന് പറയുന്നൊരു കാർഡാണ് വന്നിട്ടുള്ളത്. രണ്ടാമത്തെ സന്ദേശം എന്ന് പറയുന്നത് നമുക്ക് ഓറക്കിൾ എന്ന് പറയുന്ന കാർഡാണ്. വെയിറ്റ് ഫോർ ആൻ ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ എന്ന് പറയുന്നൊരു കാർഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സ്നേഹവുമായി ബന്ധപ്പെട്ടൊരു ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ വരും എന്ന് പറയുന്നു. മൂന്നാമത്തെ കാർഡ് കൂടി നോക്കാം. സീ ബിയോണ്ട് ദ കറൻറ്റ് സിറ്റുവേഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഈ 3 കാർഡുകളിൽ നമ്മൾ നോക്കുമ്പോൾ കോമൺ ആയിട്ട് നമുക്ക് കാണുന്നത് 3 വനിതകളെയാണ്. ഫീമെയിൽ എനർജീസാണ് കാണുന്നത്. ഫീമെയിൽ എനർജീസ് എന്ന് പറയുന്നത് എപ്പോഴും കമ്പാഷനേറ്റ് ആയിരിക്കും. നമുക്കിതിൽ കണ്ടാൽ ഇവിടെ ഹൃദയത്തിൻ്റെ ഇത് കാണുന്നു, ഇവിടെ നമ്മൾ ഒരു ക്ലെൻസിങ് ചെയ്യുന്നത് കാണുന്നു, ഇവിടെ നമ്മളൊരു ബോൾ, ഇത് ക്രിസ്റ്റൽ ബോളിലൂടെ ഒരു ഫ്യൂച്ചർ കാണാൻ ശ്രമിക്കുന്ന ഇതുമാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മളൊരു എനർജി നോക്കുമ്പോൾ ഇവരുടെ മുഖം കാണുന്നില്ല, ബാക്കി 2 പേരുടെ മുഖവും കാണുന്നുണ്ട്. സാധാരണഗതിയിൽ ഇങ്ങനെ ഈ 3 കാർഡ് വരുമ്പോൾ നമ്മൾ പറയാനുള്ളത് നമുക്ക് ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട്, അത് സ്നേഹം, കുടുംബം, അതായത് നമ്മൾ സ്നേഹിക്കുന്ന ആ ഒരു ഇത്, അത് എന്ത് വേണമെങ്കിലും ആവാം. അതുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ ഒരു റിജക്റ്റഡ് മൂഡിലാണ്, അതായത് നമുക്കിപ്പോൾ ആളുകളെ വിശ്വാസമില്ല, നമുക്കിതൊന്നും വിധിച്ചിട്ടില്ല എന്നൊക്കെ ചിന്തിക്കുന്നതാണെങ്കിൽ അതിന് സമയമായിട്ടില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മളെ തന്നെ വെറുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ എപ്പോഴും ഓർക്കണം, നമ്മൾ തന്നെ നമ്മളെ വെറുത്താൽ പിന്നെ മറ്റാരെങ്കിലും നമ്മളെ സ്നേഹിക്കുമോ? ആ ഒരു ചോദ്യമാണ് അവിടെ താങ്കളുടെ പൂർവികർ താങ്കളോട് ചോദിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സ്വയം വെറുക്കാതിരിക്കുക. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ വെറുക്കുന്നത്? ഇതിനെല്ലാം കാരണം നമ്മളാണെന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ്. അങ്ങനെ വിചാരിക്കേണ്ടെന്നാണ് പറയുന്നത്. 2 എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ അത് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. പക്ഷേ നമുക്കതൊരു പോസിറ്റീവ് ഇതിലെടുത്താൽ മതി. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴുള്ള സിറ്റുവേഷനെക്കാട്ടും അപ്പുറത്തേക്ക് നോക്കൂ എന്നാണ് പറയുന്നത്. അതായത് ഇതിലൂടെ കാർഡ് താങ്കളോട് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ താങ്കളിലേക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ വരുന്നുണ്ട്. അത് താങ്കളുടെ ഇപ്പോഴുള്ള ചുറ്റുപാടിൽ നിന്നും ഉയരങ്ങളിലേക്ക് താങ്കളെ കൊണ്ടുപോകുന്ന ഒരു മെസ്സേജ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇതൊരു പോസിറ്റീവ് ഇതാണ് വരുന്നത്. തീർച്ചയായിട്ടും താങ്കൾ ഇതിൽ വിശ്വസിക്കുക, ഇതിൽ പൂർണ്ണമായിട്ടും പ്രതീക്ഷിച്ചിരിക്കുക. നമുക്ക് നോക്കാം എന്ത് ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷനാണ് വരുന്നതെന്നുള്ളത്. ഇത് മിക്കവാറും ഒരാഴ്ചക്കുള്ളിൽ കിട്ടും. കിട്ടിയില്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്നോട് പറയണം. കിട്ടിയാലും എന്നോട് പറയണം. താങ്ക് യു വെരി മച്ച്. ഗുഡ് നൈറ്റ്. സീ യു ടുമോറോ മോർണിംഗ്.